ത്രിയേക ദൈവത്തിന് സ്തുതി. യേശുവിൽ സ്നേഹവന്ദനം. കാര്യസ്ഥരാണ് നമ്മളൊക്കെ. എല്ലാം ദാനമാണ്. ജീവനും ആയുസ്സും സമ്പത്തും ആരോഗ്യവുമൊക്കെ നൽകപ്പെട്ടതാണ്. എന്നാൽ എല്ലാറ്റിൻ്റെയും ഉടമസ്ഥരാണെന്ന മട്ടിലാണ് പലരും ജീവിക്കുന്നത്. ആവശ്യപ്പെടുന്ന സമയത്ത് സകലത്തിൻ്റെയും കണക്ക് ബോധിപ്പിച്ച് ഏൽപ്പിക്കപ്പെട്ടതെല്ലാം തിരികെ നൽകേണ്ടതാണെന്ന് നാം മറന്നുപോകുന്നു. ദൈവത്തിനുള്ള വിഹിതം ശേഖരിക്കാൻ ജീവിതമാകുന്ന മുന്തിരിത്തോട്ടത്തിലേക്ക് അനുദിനം ദൂതന്മാരെ അവിടെ നയിക്കുന്നുണ്ട്. എന്നാൽ അവരിൽ പലരെയും വാക്കുകൾ കൊണ്ട് പരിക്കേൽപ്പിച്ച് വെറും കൈയോടെ നമ്മൾ തിരിച്ചയച്ചു. ഏറെ പ്രതീക്ഷയോടെ അയക്കപ്പെട്ട അവിടുത്തെ ഏകജാതനോട് പോലും വേണ്ടത്ര ആദരവ് കാണിക്കുവാനായിട്ടില്ല. യേശു പറഞ്ഞ മുന്തിരിത്തോട്ടമെന്ന ഉപമയിലെ കൃഷിക്കാർ നമ്മളല്ലെങ്കിൽ പിന്നെ മറ്റാരാണ്? ദൈവത്തെ കൃഷിക്കാരനായും മനുഷ്യജീവിതത്തെ അവിടുന്ന് നട്ടുവളർത്തി പരിപാലിക്കുന്ന തോട്ടമായും തിരുവചനത്തിൽ കാണാം. പ്രതീക്ഷയ്ക്ക് വിപരീതമായി കാട്ടുമുന്തിരി നൽകുന്ന മുന്തിരിത്തോപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. സമൃദ്ധമായി ഫലം നൽകുന്ന മുന്തിരിച്ചെടിയോടാണ് ഇസ്രായേലിനെ ഉപമിച്ചിരിക്കുന്നത്. ദൈവം സ്വന്തം കൈകൊണ്ട് നട്ട മുന്തിരിവള്ളിയെക്കുറിച്ചും പ്രതിപാദിക്കുന്നു. ഇത്തരത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള വ്യക്തിബന്ധത്തെ സൂചിപ്പിക്കുന്ന ഹൃദ്യമായ പ്രതീകമാണ് മുന്തിരിത്തോട്ടവും കൃഷിക്കാരനും. ജീവിതം പുറപ്പെടുവിക്കണമെന്ന് തോട്ടക്കാരനായ ദൈവം ആഗ്രഹിക്കുന്ന ഫലങ്ങളെപ്പറ്റി പ്രതിപാദിക്കുന്നത് പൗലോസ്ലീഹയാണ്. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം തുടങ്ങിയവയാണവ. ഈ ഫലങ്ങൾ ജീവിതത്തിൽ നിന്ന് ശേഖരിക്കാൻ ദിനം തോറും തമ്പുരാൻ ഭൃത്യന്മാരെ അയക്കുന്നുണ്ട്. ആരും അവരെ തിരിച്ചറിയാറില്ലെന്നു മാത്രം. ഈ ഭൃത്യന്മാരെ തിരക്കി അകലെയൊന്നും പോകേണ്ടതില്ല. അവർ കൂടെ വസിക്കുന്നവർ തന്നെയാണെന്ന് വരാം. നോമ്പുകാലം ജീവിതത്തിൻ്റെ വിളവെടുപ്പ് കാലമാണ്. ഏറ്റവും അധികം ഫലങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് തോട്ടക്കാരൻ പ്രതീക്ഷിക്കുന്ന കാലം. തായ്തണ്ടിനോട് കുറച്ചുകൂടി ചേർന്ന് നിൽക്കുവാനുള്ള നാളുകൾ. പ്രാർത്ഥനയും പരിത്യാഗവും നോമ്പും പ്രാർത്ഥനയും വഴി ആത്മാവിൻ്റെ ഫലങ്ങൾ ധാരാളമായി പുറപ്പെടുവിക്കുവാൻ വേർതിരിക്കപ്പെട്ട ഈ പുണ്യദിനങ്ങൾ കൂടുതൽ സുഹൃതപൂർണമാകട്ടെ. ഗലാത്യർ 5:13. സഹോദരന്മാരെ, നിങ്ങൾ സ്വാതന്ത്ര്യത്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു. ഈ സ്വാതന്ത്ര്യം ജഡത്തിന് അവസരമാക്കുക മാത്രം ചെയ്യാതെ സ്നേഹത്തിൽ അന്യോന്യം സേവിപ്പിൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ചൻ.